നമസ്കാരം. BBC-യുടെ വർത്തമാനം പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരു വട്ടം കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷാജി ഈപ്പൻ. ഇന്ന് നമ്മുടെ അതിഥി മറ്റാരുമല്ല, പാലാ MLA ശ്രീ മാണി സി കാപ്പനാണ്. ശ്രീ മാണി സി കാപ്പനെ ഈ പരിപാടിയിലേക്ക് വളരെ വിനയപൂർവ്വം, വളരെ ആദരപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മാണി സി കാപ്പൻ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം വോളിബോളുമായി ബന്ധപ്പെട്ടതാണ്. വോളിബോളിൽ ഒരു കാലത്തെ നിറഞ്ഞു നിന്ന താരമായിരുന്നു ശ്രീ മാണി സി കാപ്പൻ. ഈ വോളിബോളിനോട് അടുക്കുവാനുണ്ട് ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ പാലായിൽ ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. സ്കൂളിൽ ഫുട്ബോൾ കളിക്കുമായിരുന്നു, ഏത് ഓട്ടത്തിനും ചാട്ടത്തിനും കൂടുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫിസിക്കൽ ഡയറക്ടർ എന്നോട് പറഞ്ഞു, അപ്പം നീ വോളിബോൾ കളിച്ചത് രക്ഷപ്പെടും, നിൻ്റെ അമ്മ വീട്ടുകാർക്കൊക്കെ നല്ല ഹൈറ്റാണ്. ഈ ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെൻറ്റ് പാലായിൽ നടക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂർണമെൻ്റായിരുന്നു. അപ്പം അതിൽ കളി കാണാൻ പോയപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനമാണ് ഇതിലേക്ക് വന്നത്. പിന്നെ സ്കൂൾ ടീം വന്നു. പിന്നെ പാലക്കാർ പൊതുവിൽ വോളിബോൾ പ്രേമികളാണ്. അതും ആയിരുന്നു ഒരു കാര്യം. വോളിബോളിൽ താങ്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു 75 അല്ലേ? 77 77 76 സ്റ്റേറ്റ് 76 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു. ക്യാപ്റ്റൻ എന്ന് അന്ന് ഏത് ടീമിനെയാണ് നിങ്ങൾ എവിടെ വന്നത്? ഫൈനലിൽ വന്നോ? സെമി ഫൈനലിൽ വന്നോ? ഇന്റർ യൂണിവേഴ്സിറ്റി ക്വാർട്ടർ തോറ്റു. ആരോടെ തോറ്റത്? ചെന്നൈ യൂണിവേഴ്സിറ്റി. അന്ന് ക്യാപ്റ്റനായിരുന്നു. അതെ. ആ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള താങ്കളുടെ കളിയുടെ മികവ് കണ്ടാണ് 76, 77 വർഷങ്ങളിൽ സ്റ്റേറ്റ് ടീമിൽ വന്നു. അല്ല, ഞാൻ അതിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടീമിലെ ഒരു മെയിൻ പ്ലെയർ ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. ക്യാപ്റ്റനായിരുന്നു, മെയിൻ പ്ലെയർ ആയിരുന്നു. സ്പൈക്കറായിരുന്നു, സെറ്ററായിരുന്നു? സ്പൈക്കറായിരുന്നു. ആ 2 വർഷം അതിനകത്ത് എനിക്ക് തോന്നുന്നു കൽക്കട്ട നാഷണൽ അല്ലേ, കേരള ടീമിൽ 2 വർഷം സ്റ്റേറ്റ് ടീമിൽ കളിച്ചു. 2 വർഷം സ്റ്റേറ്റ് ടീമിൽ കളിച്ചു. അത് കൽക്കട്ടയിൽ തന്നെയായിരുന്നു. 2 നാഷണൽ കളിച്ചത്. അന്ന് കേരളം എവിടെ വരെ എത്തിയായിരുന്നു? കേരളം ആദ്യത്തെ വർഷം 3rd പൊസിഷൻ വന്നു. രണ്ടാമത്തെ വർഷം ഞങ്ങൾ കളിക്കാതെ തിരിച്ചു പോന്നു. 2 അസോസിയേഷൻ ഉണ്ടായത്. താങ്കൾ അന്ന് താങ്കളൊപ്പം കളിച്ച ഈ ഒരു വർഷം കളിച്ചെന്ന് പറഞ്ഞല്ലോ, അന്ന് സ്റ്റേറ്റ് ടീമിൽ കളിച്ച ആരൊക്കെയായിരുന്നു? ജിമ്മി ജോർജ് ഉണ്ടായിരുന്നു, ജോസ് ജോർജ് ഉണ്ടായിരുന്നു, മൂസ ഉണ്ടായിരുന്നു, ഗോപിനാഥ് ഉണ്ടായിരുന്നു, പിന്നെ MA ജോസഫ് ഉണ്ടായിരുന്നു, PJ ജോസഫ് ഉണ്ടായിരുന്നു, PT തോമസ് ഉണ്ടായിരുന്നു, ബഷീർ ഉണ്ടായിരുന്നു, ജോർജ് മാത്യു ഉണ്ടായിരുന്നു. അന്ന് അങ്ങ് മെയിൻ 6 കളിച്ചു. അത് ഏത് പൊസിഷനാണ്? 1, 2, 3, 4, 5, 6 ഏരിയ പോയിരുന്നു അന്ന് കളിച്ച്? 1-ലായിരുന്നു. 4 താരം പോയിക്കാൻ ജിമ്മി ആയിരിക്കും. അന്ന് നിങ്ങൾ 3ാമത് സ്ഥാനത്ത് വന്നില്ലേ ആ ഒരു വർഷം കളിച്ച നാഷണൽ? അതിനുശേഷം 1978 തോന്നുന്നു താങ്കൾ അബുദാബിക്ക് പോകുന്നു. അല്ല, 77 ഞാൻ KCB ജോയിൻ ചെയ്തു. 78 ഡിസംബറിൽ അബുദാബി സ്പോർട്സ് ക്ലബിന് കളിക്കാനായിട്ട്. 1978 അവിടെ അബുദാബി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താങ്കളാണ് ജിമ്മി ജോർജിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? അല്ല, അബുദാബി സ്പോർട്സ് ക്ലബ്ബ് യഥാർത്ഥത്തിൽ ജിമ്മി ജോർജിനെയും ജോസ് ജോർജിനെയും അന്വേഷിച്ച് ആരപ്സിയുടെ വന്നത്. അപ്പോൾ ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ് അവിടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ID കാർഡ് എടുക്കണം. അപ്പോൾ അവർ ഡിസംബർ 23-നാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ടീം ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിന് പോയിട്ട് അതുവഴി സിംഗപ്പൂർ ടൂർണമെൻറ്റ് കളിക്കാൻ ഇറങ്ങി. അപ്പോൾ ഇവരതിന് മുമ്പ് വരില്ല എന്ന് പറഞ്ഞാൽ പകരം 3 കളിക്കാരെ കിട്ടണം. അങ്ങനെ അവർ ജോൺസണെയും ടോമിയെയും തപ്പി. അങ്ങനെ കോഴിക്കോട് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ KCB ടീം പലതായിട്ടാണ് പോയി കളിച്ചത്. ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന സമയത്ത് ഒരു എക്സിബിഷൻ മാച്ച് വെച്ചു. അവിടുത്തെ മെയിൻ ടീം KTCയും പോലീസും. അവർ കമ്പൈൻഡായിട്ടൊരു ടീമും KCB ഒരു ടീമും. അങ്ങനെ ഞങ്ങൾ അവരെ സ്ട്രൈറ്റ് സെറ്റിന് തോപ്പിച്ചു. അന്ന് കളി കാണാൻ ഈ വന്ന അറബിയും ജോൺസണും അന്ന് ഇവരൊന്നും എന്തിനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ കളി കഴിഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞു, ഇങ്ങനെ അബുദാബിക്ക് പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇന്ത്യ വിട്ടു പോകുന്നതിനോട്. അപ്പോൾ ആ അസോസിയേഷൻ്റെ ഒരു റിലീസ് സർട്ടിഫിക്കറ്റ് വേണം, ഇവിടുന്ന് റിലീസ് ചെയ്തിരിക്കണം. അപ്പം എനിക്ക് ഒരുമായിട്ടൊക്കെ പരിചയമുള്ളൂ. അങ്ങനെ ഞാനവിടെ ചെന്നു. റിലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കാപ്പനൊരു അവസരം കിട്ടിയത് പോകും, 3 മാസത്തേക്കല്ലേ ഇങ്ങോട്ട് പോകുന്നത്, കഴിഞ്ഞ് പിന്നെ വേണ്ടെന്ന് വെച്ചാൽ 3 മാസം ഇപ്പം KCB ജോലി ചെയ്ത് തന്നെ കിട്ടും, 3000 രൂപ കിട്ടും. അവർ 30,000 രൂപ തരാമെന്ന് പറയുന്നില്ലേ ഒരു മാസം. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് MK ജോസഫ് സാറുണ്ടായിരുന്നു,
ഉമ്മൻ സാറുണ്ടായിരുന്നു, അമരവിള കൃഷ്ണൻ നായർ സാറുണ്ടായിരുന്നു. അങ്ങനെ എഗ്രിമെൻ്റൊക്കെ അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ച് ഞങ്ങൾ അബുദാബിക്ക് പോയി. ആ വർഷം അബുദാബി സ്പോർട്സ് ക്ലബ്ബ് 2ാം സ്ഥാനത്ത് വന്നു. 8ാം സ്ഥാനത്ത് നിന്ന് അബുദാബി 2ാം സ്ഥാനത്ത്. നിങ്ങൾ വന്നതിന് ശേഷം അബുദാബി സ്പോർട്സ് ക്ലബ്ബ് 2ാം സ്ഥാനത്ത് 8ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജിമ്മി ജോർജ് വന്നാൽ 1ാം സ്ഥാനത്ത് വരുന്നു. അങ്ങനെ ജിമ്മിയെ കൊണ്ടുവന്നായി. ഞാനിവിടെ നിന്നവരെല്ലാം ഓഫീസേഴ്സിനെയൊക്കെ കണ്ടു. ജിമ്മിയായിട്ട് അവിടെ തിരിച്ചുപോയി. ജിമ്മി അബുദാബി സ്പോർട്സ് ക്ലബ്ബിലേക്കും ഞാൻ ദുബായ് അൽനാസ് ക്ലബ്ബിലോട്ടും മാറി. 1982 പാലാ ഓൾ ഇന്ത്യയിൽ അബുദാബി ടീം കളിച്ചിരുന്നു. അന്ന് സാറും അതിനകത്ത് പക്ഷെ അതിനകത്ത് 3 അർജുന അവാർഡ് കിട്ടിയ 3 കളിക്കാരുണ്ടായിരുന്നു. ബൽവന്ത് സിംഗ് ഉണ്ടായിരുന്നു, ജിമ്മി ജോർജ് ഉണ്ടായിരുന്നു, അബ്ദുൽ ബാസിൽ ഉണ്ടായിരുന്നു. മാനുവൽ ഉണ്ടായിരുന്നു. മാനുവൽ ഞങ്ങളുടെ ടീമിൽ ഇല്ലായിരുന്നു. പക്ഷേ മാനുവൽ എന്നാ വിചാരം പിന്നെ ഇവിടെ വന്നു. ഞങ്ങൾ കറക്റ്റ് 6 പേരും രാജശേഖരൻ എന്ന് പറഞ്ഞൊരു പ്ലെയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാനുവലിൻ്റെ അവിടെ എന്നാൽ ദുബായ് ക്ലബ്ബിൽ കളിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് മെച്ചം കൊണ്ട് എൻ്റെ ടീമിൽ മാനുവൽ പുറത്തിരിക്കുകയായിരുന്നു. പിന്നീട് അബുദാബി ഡിഫൻസിൽ ഞങ്ങൾ കളിക്കുമ്പോഴും ഒരു പ്ലെയർക്കായിരുന്നു കളിക്കുന്നത്. അങ്ങനെ മാനുവൽ ടീമിന് വേണ്ടിയിലായിരുന്നു. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈക്കർ താങ്കളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് വോളിബോൾ പ്ലെയർ കണ്ടിട്ടുള്ള തിരിഞ്ഞു നോക്കാതെ പറയാം ജിമ്മി ജോർജാണ്. ജിമ്മി ജോർജിനെ പോലും സ്പൈക്കറെ കണ്ടിട്ടില്ല. എന്താണ് അദ്ദേഹത്തിന് കളിയുടെ പ്രത്യേകത? വോളിബോളിൻ്റെ പുസ്തകത്തിൽ എങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു, കാലുകൾ മുമ്പോട്ട് ജമ്പ് ചെയ്ത് പുറകോട്ട് മുടക്കി കൈ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് സ്മാഷ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ജിമ്മി ജോർജ് അവസാനമായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീം ഏഷ്യാഡിൽ മത്സരിച്ച സിയോളി മത്സരിച്ചപ്പോൾ ജിമ്മി ജോർജ് കളികളെല്ലാം പുറത്ത് ബെഞ്ചിലിരിക്കുക. അല്ല ജിമ്മി ജോർജ് അവസാനത്തെ ഒരു കളിയായി. ലാസ്റ്റ് ഒരു കളിയാണ് അച്യുതക്കുറുപ്പായിരുന്നു അന്ന്. അച്യുതക്കുറുപ്പായിരുന്നു. അത് ഈ അസോസിയേഷൻ വാശിയിൽ ജിമ്മി ആദ്യം പുറത്തിരുത്തി. 2ാമത്തെ ദിവസം കളിക്കുമ്പോൾ ജിമ്മിയെ കളിയിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ജിമ്മി കളിച്ചു. ഇവിടെയുള്ള ആൾക്ക് കഥയൊന്നും അറിയത്തില്ല. അല്ല, ഞാൻ കേട്ട ഒരു കാര്യം ചോദിച്ചത് മാത്രമല്ല, അന്ന് അവസാനത്തെ കളി മാത്രം ജപ്പാനുമായിട്ടുള്ള കളി, ജപ്പാനായിട്ടുള്ള 3ാം സ്ഥാനത്തിന് വേണ്ടി ജപ്പാനുമായിട്ടുള്ള കളിയിൽ മാത്രമാണ് ഇറക്കിയ. അത് ശരിയില്ല. അതിന് മുമ്പ് കളിച്ചിരുന്നു. ഫൈനലിൽ ജിമ്മിയെ പുറത്തിരുത്തി. ജിമ്മിയെ പുറത്തിരുത്തി കഴിഞ്ഞപ്പോൾ കളി തോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജിമ്മി ഇറക്കി. അപ്പോൾ ആ കളി മനോഹരമായിട്ട് കളിച്ചു ജിമ്മി അല്ലേ? കളിച്ചു. സർവീസ് തന്നെ എത്ര പോയിന്റ് എടുത്തു. ജമ്മാൻ സർവീസ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജിമ്മിയല്ലേ. അതിനവിടെ അവസരം ഉണ്ടായത് അബുദാബി വന്നപ്പോഴാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് പേഴ്സണലായിട്ട്? ജം ഓഫ് എ പേഴ്സൺ ആണല്ലേ. വോളിബോളിൽ ജിമ്മി ജോർജും മലയാള സിനിമയിൽ ഡയറക്ടർ സിദ്ദീഖും 2 പേരും ഒരേ ക്യാരക്ടേഴ്സ്. വിനയമുള്ള പെരുമാറ്റം, ആരുമായിട്ട് ഇങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ആരുടെ അടുത്ത് ഒരു ഇടയില്ല, പരാതികളില്ല. ജിമ്മി സ്പൈക്കർ എന്നതിൽ ജിമ്മി ജോർജ്, സെറ്റർ എന്നതിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട കളിക്കാരനാണ്. സെറ്റർ എന്നതിൽ ബ്ലസൻ ജോർജ് ആണ്. നല്ല ലിഫ്റ്റ്. ബ്ലസൻ സ്പൈക്കറുമായിരുന്നു, ഓൾറൗണ്ടറായിരുന്നു. ഞങ്ങൾ പാലായി കളിക്കാൻ വരുമ്പോൾ ടീമിലെ ലിഫ്റ്റർ പുള്ളിയായിരുന്നു. ശ്രീധരൻ ഉണ്ടായിരുന്നു. ശ്രീധരൊക്കെ പിന്നീടല്ല നേരത്തെ വന്നിരുന്നു. പക്ഷേ ശ്രീധരമായിട്ടൊന്നും നമ്മളത്ര മിങ്കിൾ ചെയ്ത് കളിച്ചു. ജോർജ് മാത്യു എന്ന കളിയായിരുന്നു. ഉണ്ട്. ജോർജ് മാത്യു ഒഫൻസ് ആയിരുന്നല്ലോ. നല്ല കളിക്കായിരുന്നു. ബ്ലസ്സനുള്ളൊരു ഗുണം, ബ്ലസ്സൻ ലെഫ്റ്റ് ഹാൻഡിനും റൈറ്റ് ഹാൻഡിനും സ്മാഷ് ചെയ്യുമായിരുന്നു. പുള്ളിയെ എങ്ങനെ വലത് കൈ ഒരു പ്രാവശ്യം ഒടിഞ്ഞു പുള്ളിയുടെ. അപ്പോൾ ഒടിഞ്ഞ കൈ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോയിരുന്നു. അങ്ങനെ ഇടത്ത് കൈക്കുള്ള കളി മിടുക്കനായി. ഇന്ത്യൻ ടീം കളിച്ചിട്ടുണ്ടോ? ഇല്ല, കളിച്ചിട്ടില്ല. അപ്പം ബോൾ വരുമ്പോഴത്തേനും സെക്കൻഡ് ബോൾ ചിലപ്പോൾ ചാടി അടിക്കാൻ, ഓപ്പൺ നെറ്റിൽ അടിക്കാൻ പറ്റും പുള്ളി. അതല്ലേ അതേ പത്തനംതിട്ട മാക്കാങ്കുന്ന്. പത്തനംതിട്ടക്കാരനാണ്. ഓൾറൗണ്ടറായിട്ട് താങ്കൾ കണ്ടതിൽ ബ്ലസൻ ജോർജ് അല്ലാതെ വേറെ ആരെങ്കിലും? പി.ടി. തോമസ് ബെസ്റ്റ് ഓൾറൗണ്ടർ ഇന്ത്യയിലെ തന്നെ. ആണോ? ഇന്ത്യയിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ. ശിൽക്കാലത്ത് രാജീവൻ നായർ കേട്ടില്ലേ? മുട്ടൻകാരൻ. നല്ല പി.ടി. തോമസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്ര പ്രഗത്ഭനായ കളിക്കാരനായിരുന്നു. പി.ടി. തോമസ് കട്ടപ്പനക്കാരനല്ലേ? അല്ല, ഇവിടെ പള്ളിക്കത്തോടാണ്. അത് ശരി. അപ്പോൾ വോളിബോളിൽ അങ്ങനെ ഒരു ആരാധന തോന്നി ഇവർ 3 പേരാണ്. പിന്നെ എന്തുകൊണ്ട് താങ്കൾ എപ്പോൾ ഏത് വർഷമാണ് വോളിബോളിൽ നിന്ന് പറഞ്ഞത്? ഞാൻ 82 അബുദാബിയിൽ തിരിച്ചു വന്നു. പിന്നെ 87 വരെയൊക്കെ പ്രൊഫഷണലായിട്ടൊന്നുമില്ല, ചുമ്മാ വെറുതെ ടൂർണമെൻറ്റുകൾക്കൊക്കെ ഇവിടെ കളിക്കുമായിരുന്നു. ഈ ഉദയകുമാറിൻ്റെ സിറിലിനെ കളി കണ്ടിട്ടില്ലേ? നല്ല കളിയാണ്. അവരിൽ ആരംഭിച്ചത് ചോദിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും അതിന് മറുപടി പറയുന്നത് ശരിയല്ല. ശരി, നമുക്ക് ആ വോളിബോൾ രംഗത്തുനിന്ന് മാറി നമുക്ക് താങ്കൾ പിന്നെ കയ്യൊപ്പ് പതിപ്പിച്ച 2ാമത്തെ മേഖല എന്ന് പറയുന്നത് സിനിമയാണ്. 1993 ആദ്യത്തെ പടം വരുന്നില്ലേ? മേലെപ്പറമ്പിലാണ്. വീട് ലോ ബഡ്ജറ്റ് പടമാണ്. സത്യത്തിൽ വലിയ നടന്മാരൊന്നും അതിനകത്തില്ല. അങ്ങനെ ഒരു
റിസ്ക് ആയിട്ടുള്ള ഒരു ഇതെടുക്കാൻ ഉണ്ടായ അത് ഒരു എന്ത് ആത്മവിശ്വാസമായിരുന്നു താങ്കൾ ആ സിനിമ? ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ പിക്നിക് എന്ന ഫിലിമിൽ നസീറിൻ്റെ ഫിലിമിൽ അഭിനയിക്കാൻ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ നടന്നു. ഞാനും പോയായിരുന്നു ക്രൈസ്റ്റ് കോളേജ് വെച്ച്. അപ്പം എൻ്റെ ഫ്രണ്ട് ബാബു എന്ന് പറയുന്ന ആളുടെ ഫാദറായി ജോളി ഫിലിംസ് ഈ പടം പിടിക്കുന്നത്. അപ്പം ഞാൻ പോയി എന്നെ എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു വാശി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു പടം പിടിക്കും. വാശിയുള്ള ഒരാളാണോ? ആയിരുന്നു. ജീവിതത്തിൽ വാശിയുണ്ട്. ആ വാശി പ്രതിഫലിച്ചിട്ടുണ്ട്. കളിക്കാരനാണെങ്കിൽ ആണല്ലോ, ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ ചെറിയ ടീമുകളോട് തോക്കും, വലിയ ടീമുകളുടെ അടുത്ത് തോപ്പിച്ചെന്നിരിക്കും. അങ്ങനെ ആ ഘട്ടത്തിൽ തോന്നിയ ഒരു സാധനം പിന്നീട് ഇത് മനസ്സിൽ കിടന്നിരുന്നു. ആദ്യം മമ്മൂട്ടി വെച്ചവരോട് കണ്ട് ആലോചിച്ച് അഡ്വാൻസുകളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് വേണ്ടെന്ന് മേലെപ്പറമ്പിൽ ആൺവീട്ടിൽ മമ്മൂട്ടിയാണോ ആദ്യം മനസ്സിലുണ്ടായിരുന്നത്? ഏഴാം സ്ഥാനത്ത് അല്ലല്ല, ഇതിനകത്തല്ല, വേറൊരു കഥ ആലോചിച്ച് അങ്ങനെ ജോഷി വെച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് പിന്നെ ഡ്രോപ്പ് ചെയ്തു. പിന്നീട് ജനം എന്ന് പറഞ്ഞ പടം ആദ്യം എടുക്കാൻ തീരുമാനിച്ചു. അതും മാറി അതിൻ്റെ ഇടയ്ക്ക് രാജസേനനെ വെച്ച് മേലെപ്പറമ്പിലാണ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് രാജസേനൻ എന്ന് പറയുന്ന ഒരു സംവിധാനം? അദ്ദേഹത്തെ പടമൊക്കെ നല്ല പടം. അവിചാരിതമായി ആദ്യത്തെ അദ്ദേഹം എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഒരു 50-ാം ദിവസം ഓടിയതിൻ്റെ ഒരു വാർഷികം നടക്കാറുണ്ട്. എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, MK ജോസഫ് സാർ ഒന്ന് DGP ഞാനവിടെ നല്ല അടുപ്പാണ്, ജോസഫ് സാറിനെ കൂടെ ഒന്ന് ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുവരാമോ? ഞാൻ ജോസഫ് സാറിനെ കൊണ്ടുവരാം. അങ്ങനെ വന്നു. അവിടെ വെച്ച് മോഹൻകുമാർ സംസാരിച്ചും പറഞ്ഞു, ഈ പ്രൊഡ്യൂസർ മാനസികപ്പുറം ഇവിടെ എടുക്കുന്നെങ്കിൽ അടുത്ത് രാജസേനെ വെച്ചോർണം എടുക്കും. അപ്പോൾ അന്ന് പോലെ രാജസേനം പലരെയും കൊണ്ടുവരുന്നുണ്ട്, പല കഥയും പറയുന്നുണ്ട്. അവസാനം ഈ മേലെപ്പറമ്പിലാണ് വീടിൻ്റെ കഥ പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനത് ബാക്കിയുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുമ്പോൾ വട്ടാന്ന് പറയും. കാരണം പകുതി തമിഴും പകുതി മലയാളം, വെറുതെ കാശ് കളയാന്ന്. അപ്പോൾ എനിക്ക് വാശിയായി. എന്നാൽ ശരി എന്നാൽ ആ ഒരു സെലക്ഷൻ കറക്റ്റാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എല്ലാ പടങ്ങളും കുറേ പോയപ്പം 125 ദിവസം ഓടിയ പടം. എത്ര ദിവസമാണ്? 125 ദിവസം ഓടി. അതാണ് താങ്കളുടെ ആദ്യത്തെ പടം നിർമ്മാതാവ്. അതിൻ്റെ കോസ്റ്റ് 36 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടു. 33 ലക്ഷം രൂപയ്ക്ക് പടം തീർന്നു. പബ്ലിസിറ്റിയും പ്രിൻ്റ് ഒന്ന് പ്രിൻ്റ് എടുക്കണം, പ്രിൻ്റ് ഉൾപ്പെടെ 60 ലക്ഷം രൂപ വന്നു. ആ വർഷം 2-2.5 കോടി രൂപ ലാഭം കിട്ടിയ 2 കോടി ലാഭം കിട്ടി. വലിയ ലാഭം. ബോക്സ് ഓഫീസിൽ ശരിക്കും അത് ചലനം സൃഷ്ടിച്ച പടമായിരുന്നു. ഏത് മേലെപ്പറമ്പിലാണ് ഇവിടെ അല്ലേ? 1995 താങ്കൾ നിർമ്മാതാവുന്നതോടൊപ്പം തന്നെ സംവിധായകനായത് അവിചാരിതമാണ്. അതായത് മറ്റേ രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന രണ്ടാം ഭാഗമാണ്. സെക്കൻഡ് പാർട്ട് എടുക്കാൻ വരുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ച ഒരു വിന്ധ്യൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളിക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ് വിൽക്കാൻ തയ്യാറാന്നു. അപ്പം ലാലും സിദ്ദീഖൂടെ എന്നെ വന്ന് കണ്ടു. അപ്പം ഞാൻ സംസാരിച്ചു. അപ്പം പുള്ളിക്ക് ഒരു എമൗണ്ട് കൊടുത്ത് അതിങ്ങെടുക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും ഒരാൾ ഡയറക്റ്റ് ചെയ്യണം. രണ്ടുപേരും അവർ പിരിഞ്ഞ സമയമാണ്. ഇന്നലെ അവർ ലോഹിക. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഓഫീസ് തന്നെയാണ്. അപ്പോൾ ഇത് സംസാരിച്ചപ്പം നിങ്ങളാരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ പേര് വെക്കാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും വരാൻ സഹകരിച്ചോളാം. അതെന്താ പേര് വെക്കാൻ മടി കാണിച്ചത്? പക്ഷേ അവർ പിരിഞ്ഞു എന്നുള്ള വാർത്ത വന്നു പോയി. രണ്ടുപേരും അത് അംഗീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ പറഞ്ഞ് രാജസേനെ വെക്കാമെന്ന് തീരുമാനിക്കും. രാജസേനെ വേറെ ചിലർ പറഞ്ഞ് അതിനെ തുഴപ്പി. ഈ പടം സക്സസ് ആയാൽ ക്രെഡിറ്റ് അവരുടേതാവും, പൊളിഞ്ഞു പോയാൽ നിങ്ങളുടെ നിലയിലിരിക്കുന്നു. അവസാനം സിദ്ദിഖ് വന്ന പിന്നെ മാണിച്ചനൊക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ സിദ്ദിഖ് പൂർണ്ണമായിട്ടും കൂടെ നിൽക്കും. അപ്പോൾ അസിസ്റ്റ് ചെയ്യാൻ ഒരാളെ കൂടെ നമുക്ക് കൂടെ കൂട്ടാൻ കലാധരനെ വെക്കാമെന്ന് പറയുന്നത്. കലാധരനെ കൂടെ വെച്ചാൽ കൂടെ നടന്നു. അത് അന്നത്തെ കാലത്ത് 3 കോടി രൂപ ലാഭം കിട്ടിയ അവിടെ 50 ലക്ഷം രൂപ കോസ്റ്റ് ഉള്ളൂ. 50 ലക്ഷം കോസ്റ്റ് 3 കോടി രൂപ ലാഭം കിട്ടി. അതെ. ഈ UR ആനന്ദക്കുട്ടനാണ് ഈ പറഞ്ഞ ഈ 2 സിനിമകളിലെ ഈ ക്യാമറമാൻ. UR ആനന്ദക്കുട്ടനല്ലോ ഉള്ളവർ. ആനന്ദക്കുട്ടനോ UR ഇല്ല, ആനന്ദക്കുട്ടനാണ് എൻ്റെ ഭൂരിപക്ഷം പടങ്ങളിലെ ക്യാമറ. 150ഓളം പടങ്ങളിൽ ആനന്ദക്കുട്ടൻ എന്താ പറയുന്നത് മറ്റേ ക്യാമറ. അതെ, എൻ്റെ പടങ്ങളിൽ ഭൂരിപക്ഷം എന്താണ് ആനന്ദക്കുട്ടൻ സെലക്ട് ചെയ്യാൻ അങ്ങനെ? ആദ്യമേ മേലെപ്പറമ്പിൽ ആൺപിള്ളേർ വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ജെന്റിൽമാനായിരുന്നു. നല്ല സംസാരം, നല്ല പെരുമാറ്റം, വർക്ക് വളരെ കൃത്യമായിട്ട്. രാവിലെ 7:30 ഫസ്റ്റ് ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ 7 മണിക്ക് റെഡിയാണ്. അതൊരു ക്വാളിറ്റി അല്ലേ? അത് ക്വാളിറ്റിയാണ്. സമയം വാക്ക് കറക്റ്റാണ്, പറഞ്ഞ സമയത്ത് ആളുണ്ട്. അതല്ലാതെ പ്രത്യേകത പോലുണ്ട് ക്യാമറയിൽ മറ്റുള്ള ആരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ആദ്യത്തെ പടം ചെയ്യുമ്പോഴും എനിക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റി ഒന്നും അറിയത്തില്ല. അല്ല, അതിലെ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളത് അതിനകത്തെ ആളുകളുടെ പെരുമാറ്റം.
അതെന്നാണ് അങ്ങനെയാണ് ഇന്ദ്രൻസ് വരുന്നത്. ഇന്ദ്രൻസ് അതിൻ്റെ അകത്തൊരു ചെറിയ റോള്, ഒരു ബ്രോക്കറുടെ റോളായിട്ടുണ്ടായിരുന്നു. പിന്നീട് ജനം വന്നപ്പോൾ ഇന്ദ്രൻസിനെ കാസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം വിജയ് തമ്പിയൊക്കെ പറഞ്ഞു അത് വേണ്ട, വെന്നിലിംഗ് പടം എടുക്കുന്നിരുന്നു. അതുപോലെ CID ഉണ്ണികൃഷ്ണൻ വന്ന്, CID ഉണ്ണികൃഷ്ണൻ വന്നപ്പം മാള അരവിന്ദനെ വെച്ചിരുന്ന സാധനം, മാള അരവിന്ദനെ അന്ന് വരികയില്ല, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഈ മേലപ്പറമ്പിൽ 125 ദിവസത്തെ ആഘോഷം നടക്കുക. അന്നേരം IG സുകുമാരൻ നായർ സാറും TM ജേക്കബ് സാറും ഒക്കെ സ്റ്റേജിലുണ്ട് എൻ്റെ കൂടെ. ഇന്ദ്രൻ ആയിടയ്ക്ക് 1-2 സീരിയലിൽ അഭിനയിച്ചു. അപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഹാളിൽ ഭയങ്കര കയ്യടി. അപ്പോൾ എനിക്കൊരു സാധനം സ്ട്രൈക്ക് ചെയ്തിട്ട് ഇയാളെ കേട്ടാലോ. അപ്പം ഞാനോട് ആദ്യം പിന്നെ വിജയ് തമ്പി ഇതിനകത്ത് എടുക്കാൻ ഒരു മടി കാണിച്ചു, പക്ഷെ അഭിനയിപ്പിച്ചു ഞാൻ. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് TM ജേക്കബ് സാറിനോട് ചോദിച്ചു, സാർ നമുക്ക് ഈ പുള്ളി CID ഉണ്ണികൃഷ്ണനിൽ അസിസ്റ്റൻറ്റ് CID ആയിട്ടിട്ട് നന്നായിരിക്കുന്നു. രാജസേനോട് ഇത് ഞാൻ പറഞ്ഞു. പുള്ളി അന്നേരം ഡെസ്പായി, ഇതിനെ പൊളിഞ്ഞു പോകും. അത് വെച്ച് ഞാൻ വളം വേണ്ട, ഇത്ര കാശ് പോയതല്ലേ ഉള്ളൂ, അത് ക്യാൻസൽ ചെയ്തേക്കാൻ പറഞ്ഞു. നാളെ ഷൂട്ടിങ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് ഇന്ത്യൻ സൈഡിൽ വെച്ചു. ഹിറ്റായി, അത് ഹിറ്റായി. വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും പടം ഓടി. ഈ മേലെപ്പറമ്പിൽ ആൺവീടിനേക്കാൾ അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ലേ മാതാപത്തായി? അല്ല, മാതാപത്തായി അല്ല CID. ആ പടം ഓടി, വലിയ ഇതായിട്ടില്ല. അല്ല, 10-20 ലക്ഷം അല്ല. അല്ല, ഈ മാന്നാർമത്തായി ആയിരുന്നു മറ്റേ മേലെപ്പറമ്പിൽ ആൺവീടായിരുന്നു, അതിൽ നമ്പർ 1 മന്നാർമത്തായി തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കളുടെ കരിയറിൽ അതിൻ്റെ ഒരു വ്യത്യാസം, ടിക്കറ്റ് റേറ്റിന് മാറ്റം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പം മേലപ്പുറം ലാൻഡ് ഇപ്പം ഒരു തിയേറ്ററിൽ 250 രൂപ 200 രൂപ ടിക്കറ്റ് അല്ലേ. അപ്പോൾ കളക്ഷൻ ഡിഫറൻസ് അത്ര വലിയ. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ പറയാൻ പറ്റുമോ? ഏറ്റവും അങ്ങനെ ആരും അല്ല, മലയാളത്തിൽ വേണ്ട, ഹിന്ദിയിലായാലും ഓക്കെ. താങ്കൾ നല്ലൊരു സംഗീത സ്നേഹിയാണ് എന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സംഗീതമല്ല, ഗാനമേളകളൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. പാടുമോ? ഇല്ല, പാട്ട് പാടിയില്ല. പാട്ടിൽ ആരാ നല്ല എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല, ആരും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സിനിമ വിട്ടിട്ട് നമുക്കിനി രാഷ്ട്രീയത്തിലേക്ക് വരാം. എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ അങ്ങ് കടന്നു വന്നത്? അത് അവിചാരിതമായിട്ട്. എൻ്റെ ഫാദർ MP ആയിരുന്നു. അതെ, സ്വാതന്ത്ര്യ സേനാനിയായിരുന്നു. 3 കൊല്ലം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാനായിരുന്നു. 2 വട്ടം തിരുക്കൊച്ചി നിയമസഭയിലും തിരുവിതാംകൂർ നിയമസഭയിലും അംഗമായിരുന്നു. അപ്പോൾ അന്നും നമുക്കൊന്നും പൊളിറ്റിക്സ് വരാൻ ആൾക്കാർക്കും താല്പര്യമില്ല. മുനിസിപ്പൽ ഇലക്ഷൻ വന്നപ്പം എന്നോട് 95 മത്സരിക്കണം, ഞാൻ മത്സരിച്ച ഒരു വാർഡ് കിട്ടും, അത് കിട്ടിയ 1% കിട്ടും. അതൊന്നും ഞാൻ തയ്യാറായില്ല. 2000 ഞാനും നിന്നു. അങ്ങനെ പല മുനിസിപ്പാലിറ്റി 20 കൗൺസിൽസ് ഉള്ളത് 11-9 അത് ഞങ്ങൾ 3 പ്രദേശം ഉണ്ടായിരുന്നു. എൻ്റെ ഡയറക്ട് പ്രദേശ് ഞങ്ങൾ 3 പേര് ജയിച്ചു. പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ അർജുൻ സിംഗ് തിവാരി കോൺഗ്രസ് ഉണ്ടായി. അപ്പോൾ ഞാൻ ഡൽഹിയിലുണ്ട്. അപ്പോൾ എന്നോട് MP ഗംഗാധരൻ ചോദിച്ചു, ഇതിൻ്റെ ട്രഷറാകാമെന്ന് ചോദിച്ചു പാർട്ടിയുടെ. അപ്പോൾ ഞാൻ ഓക്കെ സമ്മതിച്ചു. അങ്ങനെ 95 ഞാൻ ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നീട് MP ഗംഗാധരൻ കോൺഗ്രസിൽ പോയി ചേർന്നു. ഞാൻ കോൺഗ്രസ് എസിലേക്കും വന്നു. കോൺഗ്രസ് എന്ന് പറയുന്നത് കണ്ടപ്പള്ളി രാമേന്ദ്രൻ. അതെ, കണ്ടപ്പള്ളി രാമേന്ദ്രൻ, ഷൺമുഖദാസ്. അല്ല, അന്ന് ഇവിടെ കടപ്പള്ളിയുണ്ട്. പുള്ളിയുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പഠിക്കുന്ന കാലത്ത് KSC ഒരു പൊളിറ്റിക്സും ഇല്ല, KSU ഇല്ല, യാതൊന്നും ഡയറക്റ്റ് ഇതിലേക്ക് ബന്ധുക്കളിൽ മാത്രം. 2006 സാറ് പല രാജ്യമായിട്ട് 2006 എൻ്റെ തല കെട്ടിവെച്ച് തന്നു. അതെങ്ങനെയാണ്? എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. എനിക്കൊരു പാർലമെൻ്ററി മോഹവുമില്ലായിരുന്നു. അത് 2004 പാർലമെൻറ്റ് ഇലക്ഷൻ ഞങ്ങൾക്ക് കണ്ണൂർ സീറ്റ് 2000 വോട്ടിന് തോറ്റ കണ്ണൂർ സീറ്റ് തരാതെ പകരം 30 നോക്കി. അപ്പം പാർട്ടി അതെടുക്കാൻ തയ്യാറായില്ല. CPM എന്നെ വിളിച്ചു ചോദിച്ചു, BS വിളിച്ചു ചോദിച്ചു മത്സരിക്കാവോ പാലയിൽ 30. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് താല്പര്യമില്ല, കാരണം 30 തോറ്റു. അങ്ങനെ നിർബന്ധം പറഞ്ഞു. ഞാനത് പാർട്ടി പറഞ്ഞിങ്ങനെ ഇവർ വിളിച്ചായിരുന്നു, എനിക്ക് താല്പര്യമില്ല. അന്നേരം ഷൺമുഖദാസ് പറഞ്ഞു, പാർട്ടി തീരുമാനിച്ചാൽ നിങ്ങൾ മത്സരിക്കേണ്ടി വരും. അവസാനം പാർട്ടി കൂടി തീരുമാനിച്ചു സീറ്റ് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. പ്രതിഷേധം എന്ത് പൊട്ടത്തരം കാണിച്ചെന്ന് ആലോചിച്ചോണം. പിറ്റേ പ്രാവശ്യം ത്രികോണ മത്സരം വന്നപ്പോൾ ഇവിടെ പാട്ടുപാടി ചെയ്യുക, ആ സീറ്റ് കളഞ്ഞു. പിന്നീട് ഇവർക്കൊട്ട് പാർലമെൻറ്റ് സീറ്റ് നേരം വരെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് 2006 ഇലക്ഷൻ വന്നപ്പോൾ 2001 ഉഴൂർ വിജയൻ 25,000 വോട്ടിന് തോറ്റായിരുന്നു.
2006 ഇലക്ഷൻ സമയത്ത് വിജയൻ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായി. ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടിരിക്കുമ്പോഴാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം എന്നോട് കണ്ടസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കില്ല, എനിക്ക് താല്പര്യമില്ല, കേമാനോട് ജയിക്കാനും പോകുന്നില്ല, മറ്റു മത്സരിക്കുമായിരുന്നു. അവസാനം പവാർജി ഞാൻ തമ്മിൽ 82 മുതൽ അടുപ്പമുണ്ട്. പുള്ളിയോട് വിളിപ്പിച്ചു, ഞങ്ങൾ MLA ഹോസ്റ്റലിലിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, എൻ്റെ കാശില്ല, അത് പൈസയുടെ കാര്യം നമ്മൾ അറിയണ്ട, കണ്ടസ്റ്റ് ചെയ്യണത് പാർട്ടി തീരുമാനമെന്നു. അങ്ങനെ എൻ്റെ തലയിലോട്ട് ഇത് കെട്ടിയങ്ങ് വെച്ചു. അപ്പം അവരിൽ പലരുടെയും ഉദ്ദേശം, കാര്യം പാർട്ടിയുടെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭൂരിപക്ഷം ഞാൻ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നും നല്ല ഭംഗിയായിട്ട് തോറ്റ് കാണുമല്ലോ, ഈ വിജയനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ ഞാൻ തോക്കുവാൻ. ആ തെരഞ്ഞെടുപ്പ് 7,500 വോട്ടിലേക്ക് മത്സര താഴെ വന്നു. അപ്പം പിന്നെ അടുത്ത ഇലക്ഷൻ വന്നു 2011. അന്ന് ഞാൻ നിൽക്കില്ലെന്ന് ഞാൻ പറഞ്ഞു, വിട്ടതായി കഴിയല്ല എൻ്റെ. അപ്പോൾ പിണറായി വിളിച്ച് വീട്ടിൽ വെച്ചിട്ട് രാവിലെ പറഞ്ഞു, മത്സരിച്ചേ പറ്റുള്ളൂ, നിങ്ങളിങ്ങനെ മാറി നിൽക്കരുത്. കഴിഞ്ഞ VS പറഞ്ഞു ഇങ്ങനെ മാറ്റം ഉണ്ടാവും. ഞാൻ പറഞ്ഞു 7,500 വോട്ടിൽ തോറ്റപ്പോൾ ഞാൻ സന്തുഷ്ടനാണ്, ഇനി അത് ഒരു 10,000 വെളിപ്പെട്ട് അങ്ങനെ എന്തായാലും ബൈ ഫോഴ്സ് ഞാൻ അവിടെ വെച്ച് യെസ് പറഞ്ഞു. ഞാൻ വരുമ്പോൾ എൻ്റെ വീണ്ടും പറഞ്ഞിരിക്കുന്ന 2 വലിയ 5 തടി വെട്ടിയിട്ട് ഫീസിലേക്ക് ഫ്ലെക്സ് അടിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ പട്ടി അടിച്ചുകൊണ്ടിരിക്കുക. അതിലത് നിന്ന് അത് 5,700 വന്നു. മൂന്നാമത് 2016 അന്നേരത്തേന് സീറ്റിന് അവകാശികളായി. അതുവരെ ഈ സീറ്റ് ആർക്കും വേണ്ട. അന്നേരത്തേന് ഇവിടെ ജിമ്മി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മരിച്ചുപോയി. ജിമ്മി, വിജയൻ, അങ്ങനെ ഒരു നിര ഇവിടെ മത്സരിക്കാനായിട്ട് രംഗത്താണ്. കാരണം കേമാണി 4,200 വോട്ട് തോറ്റ് നിൽക്കും. 5,000 വോട്ട് വന്നു ഭൂരിപക്ഷം. പുള്ളിയെപ്പറ്റി ഒരുപാട് അലിഗേഷനും ഉറപ്പായിട്ടും അവകാശങ്ങൾ വന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒരു കാരണവശാലും വിട്ടുകൊടുക്കുകയില്ല. ഈ 2 തവണ നമുക്കിത് ചെയ്യാമെങ്കിൽ പിന്നെ അങ്ങനെ പവാർജി ഇടപെട്ടു. പവാർജി ഇടപെട്ട് പറഞ്ഞു അവനോട് കണ്ടസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. മൂന്നാമത്തെ ഇലക്ഷൻ അതാണ് ഈ 4,200 തോക്കുന്നത്. പിന്നെ ബൈ ഇലക്ഷൻ വന്നപ്പോഴത്തേനും പിന്നെ 2019 മാണി മരിച്ചതിന് ശേഷമാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് അങ്ങ് മത്സരിക്കുന്നത്. 2019 പിന്നെ തർക്കങ്ങളില്ല, ആര് മത്സരിക്കണം എന്നുള്ള തർക്കമൊന്നുമില്ല. അവർ മൊത്തം അവർക്ക് വേറൊരു കാൻഡിഡേറ്റ് ഇല്ലായിരുന്നു. 2019 LDF കാൻഡിഡേറ്റ് ജയിക്കുന്നു. 2019 ജയിക്കുമ്പം 2019 3 മാസം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ പാലായിൽ LDF UDF തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം 33,000. അത് കവർ ചെയ്താണ് നമ്മൾ 1943 ജയിക്കുന്നത്. വളരെ അടുത്ത് നിൽക്കുന്നത്. പല കാരണങ്ങളുണ്ടായിരുന്നു. സിമ്പതി ഉണ്ടായിരുന്നു. പിന്നെ ജനങ്ങളുമായിട്ടുള്ള വളരെ അടുപ്പമുള്ള ഒരാളെന്ന നിലയ്ക്ക് അതല്ലാതെ കൂടാതെ മാണി സാറിൻ്റെ ഒപ്പത്തിൽ നിൽക്കാവുന്ന ഒരു സെക്കൻഡ് മാനേജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് കൂടെ വിഷം കിട്ടി. പിന്നെ എനിക്ക് അധികാരം MLA ആയപ്പം ഞാൻ തീരുമാനിച്ചു, എൻ്റെ എതിർ സ്ഥാനാർത്ഥിയോട് ചാനലുകാർ ചോദിച്ചു, പുതുതായിട്ട് ജയിച്ച MLA എന്നാ അഭിപ്രായം പറയാനുള്ളതെന്ന് ചോദിച്ചു. എന്നെ പറഞ്ഞു, പന്തുകളിയും സിനിമയൊന്നുമല്ല, രാഷ്ട്രീയം അയാൾക്ക് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കിക്കൊടുത്തു. കാരണം ഞാൻ രാവിലെ 7 മണിയാകുമ്പോൾ 5 വന്നിരിക്കും. ആരും ഒന്നാലും ഇവിടെ കൂടി ഇരുത്തി കാര്യം പറയും, ഒറ്റയാളെ മുറ്റത്ത് നിർത്തുകയില്ല. അവരുടെ ആവശ്യങ്ങൾ അപ്പം പരിഹരിച്ചു വിടാവുന്നതാണ്. ഇവിടെ ഒരു ഓഫീസ് MLAക്ക് ഒരു ഓഫീസുണ്ടായി, 3 സ്റ്റാഫ് അവിടെ വന്നു. ഓഫീസിൽ അതിൽ ഒരാളൊരു റിട്ടയർഡ് ഡെപ്യൂട്ടി ഡെവലപ്മെൻറ്റ് കമ്മീഷണറാണ്. പുള്ളി എല്ലാ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും അവിടെ ചെന്നാലും നടന്നു പോകും. അല്ല, ഞാൻ ഈ ഇൻ്റർവ്യൂ നമുക്ക് തൊഴിൽ വെച്ച് നടത്താമെന്ന് സാറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞൊരു മറുപടി എനിക്കിപ്പോൾ ഓർക്കുന്നുണ്ട്. പാലാ വിട്ടുള്ള ഒരു കളിക്കില്ലെന്നാണ് പറഞ്ഞത്. പാലായോട് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടോ? ആ സെന്റിമെന്റ്സ് അല്ല പറഞ്ഞത്. അവിടെ നമ്മൾ മാറിയ 2 മണിക്കൂർ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പോകുന്ന പല സ്ഥലങ്ങളും ഞാൻ അതവിടെ കിട്ടെ. പാലായോട് പ്രത്യേക ഒരു താല്പര്യം, സ്നേഹം. അതുകൊണ്ട് തന്നെയാണല്ലോ ജോസ് കെ മാണി പാലാ സീറ്റ് പിടിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു പാലാ ഹൃദയവികാരമാണെന്ന് പറഞ്ഞു. പാലാ എൻ്റെ ജങ്കാന്ന് പറഞ്ഞു. ഇനി അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞു. 2021 തെരഞ്ഞെടുപ്പിലാണ് രണ്ടാമത് ജയിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ട്. 2019 തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനത്ത് പ്രമീള ദേവി ഇല്ലേ? അല്ല, BJP സ്ഥാനത്ത് ഹരി. 21 പ്രമീള ദേവി. 21 പ്രമീള ദേവി. ഹരി 2019 2 ഇലക്ഷൻ 2014 27 വോട്ട് പിടിച്ചു. അല്ല, 2019 BJP 14% വോട്ട് പിടിച്ചു. മൊത്തത്തിൽ ശതമാനത്തിൽ അല്ല, നമ്മൾ പാലായിൽ 14.
എൻ്റെ കണക്ക് എൻ്റെ ഇരിക്കുന്ന കണക്കിനാണ് പിന്നെ നോക്കാം നമുക്ക്. 16,000 വോട്ടേ പ്രമീളദേവിക്ക് കിട്ടിയുള്ളൂ. അതെ 2021 ഞാൻ 2019 കാര്യം പറഞ്ഞത്. ഹരി പിടിച്ചു. 2019 ഹരി പിടിച്ച അത് ഹരി പിടിച്ച 2019 2016 എൻ ഹരി 25,000 അത് പിടിച്ചു. അത് അതിൽ പിടിച്ചു. 2019 അത് കുറഞ്ഞു. അവർ ശതമാനം 17% ആദ്യം. 2016 17% വോട്ട് ബി ജെ പിക്ക് പാലായിട്ടുണ്ട്. 2019 2% കുറഞ്ഞത് 14% കുറയുന്നു. 2021 പ്രമീള ദേവി മത്സരിക്കുമ്പോൾ അത് 7% കുറയുന്നു ബി ജെ പിയുടെ വോട്ട്. അപ്പോൾ ബി ജെ പിയുടെ ഒരു നല്ലൊരു വോട്ട് തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാനായിരിക്കും വരുന്നത്. അതെ, അങ്ങനെ ഇട്ടിട്ടുണ്ട് എന്ന് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇവിടെ ആകെ ഒരു പഞ്ചായത്തിൽ ബി ജെ പി ഭരിക്കുന്നുള്ളൂ. അല്ല, അതുകൊണ്ട് വോട്ടർമാരുടെ അല്ല, മുത്തോലി പഞ്ചായത്ത്. ആ പഞ്ചായത്ത് 222 വോട്ട് ജോസ് കെ മാണിക്ക് ലീഡാണ്. അങ്ങനെയാണ് വോട്ടാരാൻ മേടിച്ചത്. സിമ്പിൾ ചോദ്യമല്ലേ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയല്ല ഒരു അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? അല്ല, ഈ പറയപ്പെടുന്ന ബി ജെ പി വോട്ട് ബി ജെ പിയുമായിട്ട് രഹസ്യമായി ധാരണ പണി ഉണ്ടാക്കുക, ഇതൊക്കെ സംഭവിച്ചുകൊണ്ട് ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കൂടെ ഒരു ധാരണയും ബി ജെ പി ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. സംഭവിച്ചു. എൻ്റെ അടുത്ത ചോദ്യം, അതിൻ്റെ ജനം തീരുമാനിച്ചു തോപ്പിക്കണം തീരുമാനിച്ചു. അതിന് കാരണം പറഞ്ഞല്ലോ, ഒരു ദിന പാർലമെന്റിലോട്ട് തിരഞ്ഞെടുത്തുള്ളൂ, ലോക്സഭയിൽ. അവിടെ 1.5 കൊല്ലം ബാക്കി നിൽക്കാതെ രാജിവെച്ച് രാജ്യസഭയിൽ പോയി. അവിടെ 6 കൊല്ലമാണ് കിട്ടിയത്. 6 കൊല്ലത്തിൽ 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ 3.5 വർഷം ബാക്കി നിൽക്കുക. അത് മുന്നോട്ട് പോകുന്നു. അസംബ്ലി മത്സരിക്കാൻ വന്നു. ഇത് ജനാധിപത്യത്തെ കൊഞ്ഞനം കാണിച്ച ഒരുത്തനെ ജയിപ്പിക്കല. ജോസ് കെ മാണി പിന്നെ അത് തന്നെയല്ല, കെ എം മാണി സാറിൻ്റെ ഏറ്റവും കൂടുതൽ എതിർത്തതും സമരം ചെയ്തതും കോലം കത്തിച്ചതും LDF ആണല്ലോ. ആ LDFിൻ്റെ കൂടെ പുള്ളി പോയി ചേർന്നു എന്നുള്ളതിനകത്ത് ശക്തമായ പ്രതിഷേധം വേറെ രീതിയിലുണ്ട്. കേരള കോൺഗ്രസ് നിരകളിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിച്ചു LDF കെ എം മാണിനെ എന്ന നിലയ്ക്കില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്, സാങ്കല്പികമാണ്. ഇപ്പോൾ ജോസ് കെ മാണി കേരള കോൺഗ്രസ്, ഇപ്പം നിങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഞാൻ പറയട്ടെ. ജോസ് കെ മാണി കേരള കോൺഗ്രസ് LDFിലേക്ക് അല്ല UDFിലേക്ക് വരാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് എത്ര മാത്രം വാസ്തവമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചർച്ച ശരിക്കും നടക്കുന്നു. അവർ വന്നാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഹോം ടൗൺ എന്ന നിലയ്ക്ക്, ഹോം സിറ്റി എന്ന നിലയ്ക്ക്, അവരുടെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന നിലയ്ക്ക് പാലാ സീറ്റ്. ഒറ്റ മറുപടിയേ ഉള്ളൂ, പാലാ ഞങ്ങളുടെ വത്തിക്കാനാന്ന് അവർ പറഞ്ഞു. ഞാൻ മോനെ ദിനേശ, പോപ്പ് വേറെയാന്ന് പറഞ്ഞു. പോപ്പേ വേറെയാന്ന്. ഈ 2021 ഈ സീറ്റിന്റെ ക്ലെയിം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേരള കോൺഗ്രസിന്റെ വത്തിക്കാനാന്ന് പറഞ്ഞു. പാലാ വത്തിക്കാനാണ് പോപ്പ് അവരായിരിക്കണല്ലോ. പോപ്പ് വേറെയാന്ന് പറഞ്ഞു. വത്തിക്കാൻ അതിന്റെ എൻ്റെ മറുപടി. കേരള കോൺഗ്രസിന്റെ വത്തിക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോപ്പ് വേറെ പോയി ഇല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അത് തന്നെയല്ല 15,378 വോട്ടിനാണ് തോറ്റത് പുള്ളി. 1-2 അതെ, ഒരു അപരനെ കൊണ്ട് നിർത്തി. അവൻ 1,880 വോട്ട്. മാണി സി കുര്യാക്കോസ്. മാണി സി കാപ്പൻ്റെ ചിഹ്നം ട്രാക്ടർ. മാണി സി കുര്യാക്കോസ് തൊട്ടു താഴെ എന്നിട്ട് ആരും അറിയത്തില്ലാത്തൊരു മനുഷ്യൻ. അപ്പോൾ അത്തരം വേലകളെ കാണിച്ചപ്പോൾ ജനം എതിരുന്നു. പല ജനം സാമാന്യം ബുദ്ധിയുള്ളവരാണ്. ബാക്കി ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ല പറഞ്ഞത്. പൊളിറ്റിക്കലി അവർ കാര്യങ്ങൾ വീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യും. വീണ്ടും ഞാൻ ആ ചോദ്യം ചോദിക്കുന്നു, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് വന്നാൽ ഒന്നുമില്ല, പാലാ വിട്ടുകൊടുത്തിട്ടൊരു പ്രശ്നമില്ല. പാലാ വിട്ടുകൊടുത്ത പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഉറപ്പ്. അതിന് സംശയം. അപ്പോൾ UDF സമ്മർദ്ദം ചെലുത്തിയ ആര് സമ്മർദ്ദം ചെലുത്തിയാൽ? അപ്പോൾ UDF തീരുമാനിക്കുകയാണ് പാലായിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിച്ചാൽ മതി, അത് സീറ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനം എടുത്താലോ? ആറ്റിലെ വെള്ളം പറ്റുകയും പട്ടി ഇക്കരെ വന്ന് കടിക്കുകയും ചെയ്യുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. വളരെ നന്ദി ശ്രീ മാണി സി കാപ്പൻ. 10-ാം പരിപാടി സഹകരിച്ചത്. താങ്ക് യു.